അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 25/4/2025 ബറക്കത്തുന എന്ന ശീർഷകത്തിൽ പ്രായമായവർ നമുക്ക് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. പ്രായമേറിയവർ, അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്. അവർ നമുക്ക് ബറക്കത്താണ്. ഒരു വീട്ടിൽ പ്രായമായവരുണ്ടാകുക എന്നത് വലിയ അനുഗ്രഹമാണ്. അവരെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചാണതാണത്. ആ പ്രായമായവരിൽ നിന്നാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മൾ പകർത്തുകയും പഠിക്കുകയും ചെയ്യുന്നത്. പൈതൃകമായി പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ആ സമ്പ്രദായങ്ങൾ അവർ നമുക്ക് കൈമാറി തന്നിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരുടെ പ്രായം ചെന്ന ഉപ്പയെയും എടുത്ത് തിരുനബി സന്നിധിയിലെത്തിയപ്പോൾ നബിതങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ എന്തേ എന്നെ അറിയിച്ചില്ല? ഞാൻ ഉപ്പയുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഉപ്പ പ്രായമുള്ളവരല്ലേ, അവരെ നാം ക്ഷീണിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ബഹുമാനത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നാം അവരെ എപ്പോഴും ശ്രദ്ധിക്കുകയും അവർക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം. അവർ നമുക്ക് വഴികാട്ടികളും നമ്മുടെ ജീവിതത്തിലെ വെളിച്ചവുമാണവർ. ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യശീബു ഷൈബത്തൻ ഫിൽ ഇസ്ലാമി ഇല്ലാ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ മുസ്ലിമായി അയാൾ പ്രായാധിക്യമുള്ളവരായാൽ അന്ത്യനാളിൽ അവർക്ക് പ്രത്യേകമായ ഒരു വെളിച്ചം ഉണ്ടാകും. അവരെ ബഹുമാനിക്കൽ, അവരെ ആദരിക്കൽ സൃഷ്ടാവായ റബ്ബിനെ ബഹുമാനിക്കുന്നത് പോലെയും ആദരിക്കുന്നത് പോലെയുമാണ്. ഹദീസിൽ കാണാം, ഇന്നമിൻ ഇജ്ലാലില്ലാഹി ഇക്റാമദ് ഷൈബത്തിൽ മുസ്ലിം. അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് പ്രായം ചെന്ന മുസ്ലിമായ മനുഷ്യനെ ബഹുമാനിക്കുക എന്നത്. അവർ സമൂഹത്തിൽ, കുടുംബത്തിൽ അനുഗ്രഹമാണ്. അൽ ബറക്കത്തു മഅ അകാബിരിക്കും തിരുനബിയുടെ വചനമാണ്. അനുഗ്രഹം ഒക്കെ പ്രായം ഉള്ളവരോടൊപ്പമാണ്. നമുക്ക് നിഴലിട്ട് തരുന്ന വൻ മരങ്ങളാണവർ. നമുക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു തരുന്നത് അവരാണ്. അവരോട് നാം പിൻപറ്റണം, അവരെ നാം പകർത്തണം. ജീവിതത്തിൽ നാം നമ്മുടെ ആ പ്രായമായവരോട് കാണിക്കുന്ന ആദരവിനും ബഹുമാനത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരും. അവർ ഈ ഉമ്മത്തിലെ വിശ്വസ്തരാണ്. അവർ നമുക്ക് നന്മ പകർന്നു തന്നവരാണ്. അവർക്ക് തിരിച്ചും നാം അങ്ങനെ നന്മ ചെയ്തു കൊടുക്കണം. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഖുർആൻ ചോദിച്ചത് അങ്ങനെയാണല്ലോ, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? ബഹുമാനാദരോടുകൂടെയാകണം അവരോടുള്ള സമീപനം. ലൈസ മിന്ന മല്ലം യുവക്കിർ കബീറന. വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബിവചനം. മക്കൾ പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കണം. വല്ലിപ്പന്മാരോടും വല്യമ്മമാരോടും ആദരവുള്ളവരാകണം. ഖുർആൻ മക്കളോടായി പറഞ്ഞല്ലോ, ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കൾ ഇരുവരും അല്ലെങ്കിൽ അവരാരെങ്കിലും ഒരാൾ നിൻ്റെ അടുക്കൽ പ്രായമായി ഉണ്ടെങ്കിൽ അവരോട് നീ ഛേ എന്നുപോലും സംസാരിക്കരുത്. ഏറ്റവും മാന്യമായ ഭാഷയാകണം നിന്നിൽ നിന്ന് അവരോട് ഉണ്ടാകേണ്ടത്. ഒരു മകൻ പ്രായമായ ഉപ്പയെ പരിചരിക്കുന്നത് കാണുമ്പോൾ നമുക്കെന്തൊരു സന്തോഷമാണ്. ഉപ്പക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ മകൻ സന്തോഷത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. ആ ഉപ്പയെ ബഹുമാനിക്കുന്നു. ഉപ്പയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്നു. ഉപ്പ ക്ഷീണിതനാണെങ്കിലും സ്റ്റെപ്പ് വെക്കുന്നത് പതുക്കെയാണെങ്കിലും ഉപ്പയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. ഉപ്പയോട് നല്ല വർത്തമാനങ്ങൾ പറയുന്നു.
ഉപ്പയുടെ സംസാരത്തിന് ഭംഗം വരുത്തുന്ന ഒന്നും അയാളിൽ നിന്നുണ്ടാകുന്നില്ല. പറയുന്നത് കാതുകൂർപ്പിച്ച് കേൾക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ടെലിഫോണിൽ പോലും അദ്ദേഹം സംസാരിക്കുന്നില്ല. അത് കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. തിരുനബിയുടെ അടുക്കൽ ഒരു സംഘം ആളുകൾ വന്ന് അതിൽ ഒരു പ്രായം കുറഞ്ഞ ആൾ നബിയോട് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കബ്ബിർ കബ്ബിർ, പ്രായമായവരെ മുന്തിക്ക് എന്ന് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം അവരുടെ മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കണം. അവരുടെ വേദനകൾക്കൊക്കെ നാം ആശ്വാസം പകരണം. അവർക്ക് ആവശ്യമായത് എന്തൊക്കെയാണോ എങ്കിൽ അതൊക്കെ നാം ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കണം. നല്ല സംസാരങ്ങളും നല്ല പെരുമാറ്റങ്ങളും നമ്മിൽ നിന്ന് എപ്പോഴും ഉണ്ടാകണം. അവരിൽ നിന്ന് നാം ഒരിക്കലും മുഖം തിരിച്ചു കളയരുത്. അവരുടെ വാക്കുകൾക്കോ പെരുമാറ്റങ്ങൾക്കോ നാം വില കൊടുക്കാതിരിക്കരുത്. അവരെ നാം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അവരെ ശബ്ദം നാം കേൾക്കാതിരുന്നാൽ അല്ലെങ്കിൽ അവർക്ക് നാം മുഖം കൊടുക്കാതിരുന്നാൽ അത് മാതാപിതാക്കളുടെ വേദനിപ്പിച്ചവരുടെ പട്ടികയിൽ പെട്ടുപോകാൻ കാരണമാകും. നബി തങ്ങൾ അവരെപ്പറ്റി പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത്ത ആഖുൻ, മാതാപിതാക്കളെ വിഷമിപ്പിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ, വലിയവരോട് ബഹുമാനം കാണിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം ചെയ്യണമേ. നാം വലിയവരുടെ സദസ്സിൽ പോയിരിക്കണം. അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ സംസാരങ്ങളുമൊക്കെ നാം പഠിക്കുകയും പകർത്തുകയും ചെയ്യണം. നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് പ്രായം ചെന്നവരോട് പെരുമാറേണ്ടത് എന്ന് നാം അവർക്ക് കാണിച്ചു കൊടുക്കണം. സലാം പറയാൻ നാം അവരെ പ്രേരിപ്പിക്കണം. അവരെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ, യുസല്ലിമു സഗീറു അലൽ കബീർ, ചെറിയവർ വലിയവർക്ക് സലാം പറയണം എന്നാണ്. സംസാരിക്കുമ്പോൾ അദബ് പാലിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയുണ്ടായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, ഇന്ന മിനശ് ശജരി ഷജറത്തൻ മസലുഹാ കമസൽ മുസ്ലിം, ഈ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമിനോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷമുണ്ട്, മരമുണ്ട്, അതേതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഞാൻ ആ കൂട്ടത്തിലുണ്ട്, അത് ഈന്തപ്പനയാണ് എന്ന് എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ പറയാൻ തോന്നി. അതുതന്നെയാണ് അതിൻ്റെ ശരിയായ ഉത്തരവും. പക്ഷേ മഹാന്മാർ, പ്രായമേറിയവർ കുറേ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ എഴുന്നേറ്റ് ഇന്ന് മറുപടി പറയുന്നത് മര്യാദക്കുറവാകുമോ എന്ന് കരുതി ഞാൻ നിശബ്ദനായി എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നാം വലിയവരെ ബഹുമാനിക്കണം. അവരുടെ ആവശ്യങ്ങൾ നാം ചോദിച്ച് ചെയ്തു കൊടുക്കണം. അവരോട് നാം അഭിപ്രായങ്ങൾ തേടണം. അവർക്ക് വേണ്ടി നാമും നമുക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന അല്ലാഹു തആല ഒരിക്കലും തട്ടിക്കളയുകയില്ല. അല്ലാഹുവേ, മാതാപിതാക്കൾക്കും വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കുമൊക്കെ നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ. പ്രായമായവരെ ബഹുമാനിക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.